ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാശ്മീരിലെ സോനാമാർഗിനെ കുറിച്ചാണ്. ശ്രീനഗറിൽ നിന്ന് 80 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് സോനാമാർഗ് സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ ഹോട്ടലിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. ജനുവരി മാസമായിരുന്നെങ്കിലും കാര്യമായ മഞ്ഞ് വീഴ്ചയോ കടുത്ത തണുപ്പോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമാണെന്ന് ഞങ്ങളുടെ ഡ്രൈവർ ഇക്ബാൽ അറിയിച്ചു. ശൈത്യകാലമായിരുന്നതിനാൽ മരങ്ങൾ ഇല കൊഴിഞ്ഞ അവസ്ഥയിലായിരുന്നു. പൈൻ മരങ്ങളും ചിനാർ മരങ്ങളും അവിടെ ഇവിടെയുമായി ധാരാളം കാണപ്പെട്ടു. സമുദ്രനിരപ്പിൽ നിന്നും 2800 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് സോനാമാർഗ്. സോനാമാർഗിലേക്ക് സഞ്ചാരികളെ എതിരേൽക്കുന്നത് പ്രസിദ്ധമായ ഇരുമ്പ് പാലമാണ്. ഇതാണ് സോനാമാർഗിലെ കവാടം. മഞ്ഞുകാലത്ത് എവിടെ നോക്കിയാലും മഞ്ഞ് മൂടിക്കിടക്കും. യാത്ര വളരെ ദുഷ്കരമായിരിക്കും. സോനാമാർഗിലെ ഇരുമ്പ് പാലവും കടന്ന് ഞങ്ങൾ കുറച്ചുകൂടി ദൂരെ പോയി. നൂറുകണക്കിന് പോണിവാലകൾ അവിടെ സഞ്ചാരികളെയും പ്രതീക്ഷിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ആകെ ബഹളമയം. ഡ്രൈവർ കാറ് പാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ദുർഘടം പിടിച്ച വഴിയാണ്. നടന്നു പോവുക പ്രയാസമാണ്. കഴുതപ്പുറത്ത് കയറിപ്പോവുകയാണ് ഏറ്റവും നല്ലത്. മഞ്ഞിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്ന കാലുറയും ഗ്ലൗസും ഡ്രൈവർ സംഘടിപ്പിച്ചു. ഒരു പോണിവാലയോട് ഞങ്ങളുടെ റേറ്റും ഉറപ്പിച്ച് ഞങ്ങൾ അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ ആരംഭിച്ചു. 2 മണിക്കൂർ സമയമാണ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു വരുന്നതിന് ഡ്രൈവർ അനുവദിച്ച സമയം. പോണികൾക്ക് വഴികളെല്ലാം സുപരിചിതമായതുകൊണ്ട് തട്ടും തടവുമില്ലാതെ ഞങ്ങൾ യാത്ര തുടർന്നു. ഏകദേശം 2 കിലോമീറ്ററോളം ഇത്തരത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. തേജിവാസ് ഗ്ലാസിയറാണ് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. ഏകദേശം 1-2 കിലോമീറ്റർ താണ്ടി ഞങ്ങൾ വിശാലമായ തേജിവാസ് ഗ്ലാസിയറിൽ എത്തിച്ചേരും. സൂര്യരശ്മികൾ പതിക്കുമ്പോൾ ഇവിടെ സ്വർണ്ണ നിറമായി കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഈ ഭാഗത്തെ സോനാമാർഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രകൃതി ഭംഗികൊണ്ട് ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് സോനാമാർഗ്. തേജിവാസ് ഹിമാനിയിലേക്കുള്ള യാത്രയിൽ പുരാതനമായ ഒരു ഗ്രാമത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഹിമപാതം ഉണ്ടായപ്പോൾ നശിച്ചു പോയ ഒരു ഗ്രാമമായിരുന്നു ഇത്. ഇതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അരമണിക്കൂറിലധികം നീണ്ടു നിന്ന ഞങ്ങളുടെ യാത്ര ചെന്ന് അവസാനിച്ചത് തേജിവാസ് ഗ്ലാസിയറിൻ്റെ വിശാലമായ ഭാഗത്താണ്. ഇവിടെ മഞ്ഞിൻ്റെ പാളികൾ ധാരാളം കാണപ്പെടുന്നുണ്ട്. സുന്ദരമായ ഭൂപ്രകൃതിയും 4 ഭാഗവും മലനിരകളാൽ ചുറ്റപ്പെട്ട ഗ്ലാസിയർ. ഇവിടെ നിന്നാണ് നീരുറവുകൾ ഉത്ഭവിക്കുന്നത്. ഞങ്ങൾ ചെറിയ കുട്ടികളെപ്പോലെ ഐസിൽ മഞ്ഞ് വാരിയും വിതറിയും കുറേ സമയം ആർത്ത് ഉല്ലസിച്ച് അവിടെ സമയം ചെലവഴിച്ചു. ജീവിതത്തിൽ മുമ്പൊരിക്കലും തന്നെ ഇത്ര വിശാലമായ ഒരു ഭൂപ്രദേശത്ത് ഐസിൻ്റെ പാളികളെ ഞങ്ങൾ കണ്ടിട്ടില്ല. സോനാമാർഗിലെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരികളെയും മനസ്സിൽ ആഴത്തിൽ സ്പർശിക്കുന്നതാണ്. അത്രയും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് സോനാമാർഗ്. 4 ഭാഗത്തും മലനിരകളാൽ ചുറ്റപ്പെട്ട ഗ്ലേസിയർ ഒഴുകുന്ന മഞ്ഞിൻ്റെ തണുത്തുറഞ്ഞ ഭൂപ്രദേശങ്ങളാണ് 4 ഭാഗത്തും കാണപ്പെടുന്നത്. ഈ സമയത്തെ ശൈത്യം അത്ര കഠിനമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാ പ്രകൃതി ഭംഗിയും കണ്ട് ആസ്വദിക്കുന്നതിന് ആവശ്യമായ സമയം ലഭ്യമായിരുന്നു. എത്ര തന്നെ കണ്ടാലും മതിവരാത്ത ഒരുപാട് സുന്ദരമായ കാഴ്ചകൾ. മഞ്ഞിൽ നടക്കുന്ന കായിക വിനോദങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. സ്ലെഡ്ജ് എന്ന് പറയപ്പെടുന്ന ഈ പ്രത്യേകമായ ഒരു വിനോദത്തിൽ ചക്രങ്ങളില്ലാത്ത ഒരു മരപ്പലകയിൽ സഞ്ചാരികളെ വലിച്ചു കൊണ്ടുപോകുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു വിനോദങ്ങളിലൊന്നാണ്. വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ദരിദ്രരായ കാശ്മീരികൾ ഇതിന് അമിതമായ ചാർജും ചില സഞ്ചാരികളിൽ നിന്ന് വാങ്ങാറുണ്ട്. മഞ്ഞിലൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ തെന്നി വീഴാനും അപകടങ്ങൾ സംഭവിക്കാനും ഇത് കാരണമാവാറുണ്ട്. സഞ്ചാരികളെയും കാത്തിരിക്കുന്ന ധാരാളം ദരിദ്രരായ കാശ്മീരി യുവാക്കളെ ഇവിടെ കാണാൻ സാധിക്കും. സ്ലെഡ്ജ് വലിക്കുന്നതിനും സ്കീയിങ് നടത്തുന്നതിനും ചായ, കാപ്പി മുതലായ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനുമാണ് ഇവർ നേരത്തെ തന്നെ ഇവിടെ സ്ഥാനം പിടിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിനോദമാണ് സ്കീയിങ്. 2 കമ്പി ഉപയോഗിച്ചുകൊണ്ട് മഞ്ഞിലൂടെ തെന്നി മാറുന്ന ഒരു കായിക വിനോദമാണ് സ്കീയിങ്.
സ്കീയിങ് നടത്തുന്നതിന് സഞ്ചാരികളിൽ നിന്നും 1000 രൂപ മുതൽ 2000 രൂപ വരെ ഇവിടെയുള്ള ആളുകൾ ഈടാക്കാറുണ്ട്. 2 ഇരുമ്പ് ദണ്ടുകളുടെ സഹായത്തോടു കൂടി ചെരിഞ്ഞ മഞ്ഞിലൂടെ അതിവേഗതയിൽ ഊർന്നു പോകാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കായിക വിനോദമാണ് സ്കീയിങ്. സ്ലെഡ്ജിങ്ങിലും സ്കീയിങ്ങിലും ധാരാളം വിനോദസഞ്ചാരികൾ ഈ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട്. വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ സ്ലെഡ്ജിങ്ങിൽ പങ്കെടുത്തത്. ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു സ്ലെഡ്ജിങ്ങിൽ പങ്കെടുത്തത്. സോനാമാർഗിലെ പ്രകൃതി ഭംഗിയും മഞ്ഞുപാതയും കണ്ട് ഞങ്ങൾ ആവോളം ആസ്വദിച്ച് അവിടെ കുറേ സമയം ഞങ്ങൾ ചെലവഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം തണുപ്പ് കൂടാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ അവിടെ നിന്ന് വിട പറഞ്ഞു. സോനാമാർഗിലെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തിരികെ പോകുന്നത്. ഞങ്ങൾ തിരിച്ചു വരുന്നതുവരെയും ഞങ്ങളുടെ പോണിവാല ഞങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ രാവിലെ കണ്ട നൂറുകണക്കിന് പോണികളെ ഇപ്പോൾ ഒന്നുപോലും കാണാനില്ലാത്ത ഒരവസ്ഥയാണ്. എല്ലാം സോനാമാർഗിലേക്ക് ലക്ഷ്യമിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. ഏറ്റവും മനോഹരമായ സോനാമാർഗിലെ അനുഭവങ്ങൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ഞങ്ങൾ സോനാമാർഗിനോട് വിട പറഞ്ഞു. വീണ്ടും ഒരിക്കൽ കൂടി കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ സോനാമാർഗിനോട് വിട പറഞ്ഞു. സോനാമാർഗിൽ നിന്ന് ലഡാക്കിലേക്കുള്ള യാത്ര നേരെ ഈ 0 പോയിൻറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. ട്രെക്കിങ്ങിന് ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ ലഡാക്കിലേക്ക് പോവാറുണ്ട്. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ സന്ദർശിക്കണമെന്ന ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായത്. അതിനുള്ള നന്ദി ദൈവത്തിനോട് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ശ്രീനഗറിലേക്ക് താമസ സ്ഥലത്തേക്ക് മടങ്ങി. സാധാരണഗതിയിൽ ശൈത്യകാലത്ത് മഞ്ഞ് വീഴ്ച മൂലം റോഡ് യാത്ര വളരെ ദുഷ്കരമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.